പ്രണയവിവാഹത്തെ എതിർത്തതിന്റെ പേരിൽ പെൺസുഹൃത്തിന്റെ വല്യച്ഛനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കേസിൽ പിടിയിലായ അയ്യപ്പൻകാവ് സ്വദേശി അഭിജിത്ത് പ്രസാദ് സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് അഭിജിത്ത് വീട്ടിൽ വച്ച് അമ്മയെ മർദ്ദിച്ചത്. വീട്ടിലെ CCTVയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഇഷ്ടപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞതാണ് യുവാവിനെ പ്രകോപിപ്പിച്ചത്. അന്ന് ഈ പരാതി ഒത്തുതീർപ്പാക്കി വിട്ടെങ്കിലും പിന്നാലെ കൂടുതൽ ക്രൂരമായ കൃത്യത്തിലേക്ക് പ്രതി കടക്കുകയായിരുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാതാപിതാക്കൾക്ക് നൽകിയത് അച്ഛൻ്റെ ജ്യേഷ്ഠനായിരുന്നു. ഇതിലുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇദ്ദേഹം ചായ കുടിക്കാൻ സ്കൂട്ടറിൽ പോകുന്ന സമയം നോക്കി അഭിജിത്ത് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാൾ പോകുന്ന വഴിയിൽ കാർ നിർത്തിയിട്ട് കാത്തുനിന്ന ശേഷം പുറകിലൂടെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ദിവസങ്ങളോളം ഇദ്ദേഹത്തിന്റെ യാത്രാരീതികൾ നിരീക്ഷിച്ച ശേഷമാണ് പുലർച്ചെ തന്നെ ആക്രമണം നടത്തിയത്. വധശ്രമത്തിന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തിന് സാരമായി തന്നെ പരിക്കേറ്റു. അപകടമെന്ന് കരുതിയ സംഭവത്തിൽ പിന്നീട് വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിലാണ് കൊലപാതക ശ്രമമെന്ന് തെളിഞ്ഞത്. പരിക്കേറ്റ വയോധികൻ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ അപായപ്പെടുത്തിയാൽ വിവാഹത്തിനുള്ള തടസ്സം നീങ്ങുമെന്ന് കരുതിയാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് മുതിർന്നതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. അഭിജിത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച യുവതി ഇതര സമുദായത്തിൽ നിന്നുള്ള ആളാണെന്നും അവർ നേരത്തെ വിവാഹമോചനം നേടിയ ഒരു കുട്ടിയുള്ള അമ്മയാണെന്നുമാണ് വിവരം. ഇക്കാരണത്താലാണ് വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തത്. കൃത്യം നടത്തുന്ന സമയത്ത് താൻ ഏതൊക്കെയോ ഗുളികകൾ കഴിച്ചിരുന്നുവെന്നും താൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് പോലും അറിയില്ലായിരുന്നുവെന്ന് അഭിജിത്ത് പോലീസിനോട് പറഞ്ഞു. ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം കൊച്ചി നോർത്ത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസിന്റെ ഭാഗമായി യുവതിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അയ്യപ്പൻകാവ് ഭാഗത്തെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. സ്കൂട്ടറിനെ ലക്ഷ്യമിട്ട് കാർ മനഃപൂർവ്വം ഇടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇടിക്ക് ശേഷം വാഹനം നിർത്താതെ വേഗത്തിൽ ഓടിച്ചു പോകുന്നതും കണ്ടതോടെ പോലീസിന് സംശയം വർദ്ധിച്ചു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അഭിജിത്തിലേക്കും അയാളുടെ ക്രിമിനൽ ഗൂഢാലോചനയിലേക്കും എത്തുകയായിരുന്നു. തന്റെ പെൺസുഹൃത്തിന് ഗൂഢാലോചനയിൽ പങ്കില്ലെന്നാണ് അഭിജിത്ത് പ്രസാദിന്റെ മൊഴി. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വധശ്രമത്തിന് പുറമെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം, അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.